ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ടേസ്റ്റ് ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കോൺ കബാബാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി വലിയ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങിനെ തൊലി കളഞ്ഞ് വെക്കാം. ഇനി വലിയൊരു ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് ചീവിയെടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിയില ചെറുതാക്കി മുറിച്ചത്, 1/2 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ പുതിനയില, മീഡിയം സൈസ് സവാള ഒരെണ്ണം, ഒരു 3 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്, ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ ചോളം ഉപ്പിട്ട് വേവിച്ചിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചോളം ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതിലേക്ക് ബ്രെഡ് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചോളം പേസ്റ്റാക്കി വെച്ചതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചീവിയെടുത്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിയില ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവറാണ്. ഒരു 4 സ്പൂൺ വരെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു നാരങ്ങ ഒരു അരമുറി പിഴിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാം. ആക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതുപോലെ ഓരോ ബോളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഷേപ്പാക്കി എടുക്കാം. ഞാൻ കയ്യിൽ വെച്ച് തന്നെയാണ് ഷേപ്പാക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പാക്കി മാറ്റി വയ്ക്കാം. റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിന് നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മുടെ കബാബ് റെഡി ആയിരിക്കുകയാണ്. ബാക്കിയുള്ള ബ്രെഡിൻ്റെ പൊടി കൂടെ ഞാൻ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സോസാണ് ഈ കബാബിനോടെ കഴിക്കാൻ പോണത്. നമ്മുടെ ധ്യാനൂട്ടം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം.